أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد إن شاء الله بإذن الله 19ാമത്തെ ജുസയിലാണ് നമ്മൾ സൂറത്തുൽ അശുറായും സൂറത്തുൽ നംലും കൂടി ചേരുമ്പോഴാണ് 19ാമത്തെ ജുസ് ആകുന്നത്. അപ്പം അതില് നമ്മള് അഷുറയിലാണ് ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ അഷ്റ 227 ആയത്തുകളാണ് ഉള്ളത്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. എത്ര മക്കി സൂറത്തുകൾ എത്ര മദിനി സൂറത്തുകളുണ്ട്? മദിനി സൂറത്ത് 23, ബാക്കിയെല്ലാം മക്കിയ സൂറത്തുകൾ. 86 മക്കി സൂറത്ത് 86, മദിനി സൂറത്ത് 28. പഠിച്ചില്ലേ എല്ലാരും? എല്ലാരും അറിയാത്തവര് ശ്രദ്ധിക്കുക. 86 സൂറത്തുകളാണ് മക്കി സൂറത്തുകളായിട്ടുള്ളത്. മദിനി സൂറത്തുകളാണ് 86 അല്ലേ? മക്കി സൂറത്ത് 28. ഓക്കെ. അപ്പൊ മക്കി സൂറത്തുകള് എത്രണ്ണാണ്? 28. അല്ല 86. ഏതിലെങ്കിലും ഒന്നിൽ ഒതുക്കിങ്ങള്. 23 സൂറത്ത് 86, മക്കി സൂറത്ത് 86, മദിനി സൂറത്ത് 28. എല്ലാവർക്കും ഉറപ്പല്ലേ? ഇനി മാറൂലല്ലോ? അല്ലെ, മക്കിയ സൂറത്ത് എന്ന് പറയുന്നത്, മദീനിയ സൂറത്ത് എന്ന് പറഞ്ഞ 23 എന്നാണ് ഈ തഫ്സീദിൽ കിടക്കുന്നത്. അമാന മൗലവിന്റെ 23 മക്കിയെയും മദീനയെയും 2 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. അതിൽ മദീനിയ സൂറത്ത് എന്ന് പറയുന്ന 23 സൂറത്തുകളെയാണ് പറയുന്നത് എന്നാണ് വിവരണത്തിൽ വായിച്ചത്. മാം അറിയില്ല കേട്ടോ. അത് പിന്നെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 24 സൂറത്ത് എന്നാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂറത്ത് മക്കിയാണോ മദീനിയാണോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. അത് മക്കയിലും അവതരിച്ചിട്ടുണ്ട്, മദീനയിലും അവതരിച്ചിട്ടുണ്ട് സെയിം സൂറത്ത്. അതുകൊണ്ടാണ്. ശരി, ഓക്കെ. വിവരണം വായിച്ചത് അമാന മൗലവിന്റെ വിവരണം ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് വായിച്ച് ഇത് പറഞ്ഞപ്പോ ഒന്ന് നോക്കിയതായിരുന്നു. അപ്പം അതില് വായിച്ചതായിരുന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഒരു അറിവ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയില്ലേ? അൽഹംദുലില്ലാ. അപ്പം ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഈ സൂറത്തുകളില് ചില സൂറത്തിന്റെ ചില ഭാഗങ്ങള് മദീനയിലും ചില ഭാഗങ്ങള് മക്കയിലും ആയിട്ട് അവതരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ അശൂറ. സൂറത്തുൽ അശൂറന്റെ ലാസ്റ്റ് 4 ആയത്തുകള് മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ പിന്നെ മക്കയിലും മദീനയിലും അവതരിച്ച പല സൂറത്തിന്റെ പല ഭാഗങ്ങൾ. പക്ഷെ ഇത് ഇങ്ങനെ ക്രോഡീകരിച്ചത് എങ്ങനെയാണ്? എങ്ങനെ ഇത് ക്രോഡീകരിച്ചത്? സൂറത്തിന്റെ 4 ആയത്ത് വേറെ സ്ഥലത്താണ്, ബാക്കി ആയത്തുകൾ മക്കയിലാണ് അവതരിച്ചത്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് ഖുർആനിലെ ആയത്തുകളായിട്ട് ഓരോ സൂറത്തിലുമായിട്ട് അതെങ്ങനെയാണ് നമുക്ക് എത്തിയത്? നമുക്ക് എങ്ങനെയാണ് ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ അത് ഉസ്മാന്റെ കാലത്തോ അങ്ങനെ എന്തോ ചരിത്രപരമായിട്ട് ഇങ്ങനെ ക്രോഡീകരിച്ചു അങ്ങനെ കേട്ടതൊരു ഓർമ്മയുണ്ട്. അല്ല, ഇങ്ങനെ ആയത്തുകൾ ഇറങ്ങി പിന്നെ അതെങ്ങനെ ഇതായിട്ട് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിച്ചേർത്തതൊക്കെ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തല്ലേ? അല്ല, കാലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു, ഇങ്ങനെ ഇന്ന ആയത്തുകൾ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ച് അങ്ങനെയല്ലേ? അല്ല, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് ക്രോഡീകരിച്ചത്. അല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അയച്ചത് ഓരോന്ന് സഹാബികൾ നോക്കിയിട്ട് ആയത്തുകളുടെ എണ്ണം നിശ്ചയിച്ചത് അള്ളാഹു ആണ്. നിങ്ങൾ പറയുന്നതില് ഉള്ള മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തണം. ഒരിക്കലും
അത് ഇതാ സഹാബികളൊന്നുമല്ല ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്ത രീതിയാണിത്. ഇത് ആ രീതിയാണത്. അല്ലാതെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയതൊക്കെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്തൊന്നും അല്ല, എഴുതി രേഖപ്പെടുത്തിയതും അല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതി കേൾപ്പിച്ചു കൊടുത്തു. റമളാനിന്റെ അവസാനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പുള്ള റമളാനില് 2 പ്രാവശ്യം ഈ ഖുർആന് പൂർണ്ണമായിട്ടും ഓതി കേൾപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അങ്ങനെയാണ് ഇത് ഈ ആയത്തുകൾ ഇന്ന സ്ഥലത്താണ് എന്നുള്ളതൊക്കെ സഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അത് എഴുതി വെക്കുകയും പിന്നീട് അതിനെല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഖുർആൻ രൂപത്തിലേക്ക് ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിതാബാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിയതും അതിനെ ഒരുമിച്ച് ചേർത്തതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ അറിയിച്ചു കൊടുത്ത രീതിയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മള് ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഖുർആന് എപ്പോഴും എല്ലാ ദുനിയാവില് നിലനിൽക്കും. ഒരാളുടെ മനസ്സിലല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിലായിക്കൊണ്ട് ഇത് നിലനിൽക്കും. കാരണം ഖുർആൻ ഇറങ്ങിയതും ഖുർആൻ നിലനിന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബികളുടെ മനസ്സുകളിലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് അത് കിതാബായിട്ട് മാറിയത്. അപ്പം ഇത് അതുപോലെ തന്നെയാണ് ഹാഫിളത്തുകളായിട്ടുള്ള ആളുകളുടെ ഹൃദയങ്ങളിലൂടെ ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് ഈ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നത് വരെ അത് അങ്ങനെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് പഠിക്കാനും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാ തലമുറകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരിലൊരാളാവാനും നമ്മളൊക്കെ പരിശ്രമിക്കുക, ഹിഫ്ള് ചെയ്യാന് പരിശ്രമിക്കുക. എനിക്കും അതിലൊരാളാവണമെന്ന് ആഗ്രഹിക്കുക. നമ്മൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യാം. കുറച്ചെങ്കിലും കുറച്ച് ഹൃദയത്തില് കൊണ്ടു നടക്കാന് എല്ലാവരും പരിശ്രമിക്കുക. ഒരു കുൽഹുവല്ലും ഫലക്കും നാസും മാത്രമല്ല ജീവിതത്തില് ഖുർആന്റെ ആയത്തുകളായിട്ട് ഹൃദയത്തിലുള്ളത്. ഓക്കെ, അപ്പം ഇത് അർത്ഥം അറിയാണ്ട് നമ്മള് അർത്ഥം അറിഞ്ഞിട്ട് നമ്മള് ഹിഫ്ളാക്കണോ മാം? അത് പലതരത്തിലും പല ആളുകൾക്കും പല തരത്തില് മനസ്സിലാക്കാൻ പറ്റും. ചിലവര് എഴുതിയിട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ എഴുതി പഠിക്കുന്നവർക്ക് ഇങ്ങനെ എഴുതി പഠിക്കാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഹിഫ്ള് കേട്ടിട്ട് പഠിക്കാം. അങ്ങനെ അല്ലാത്തവർക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷന് അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞ് ഓരോരോ ആയത്തായിട്ട് പഠിക്കാം. സഹാബികളുടെ കാലത്തൊക്കെ 10 ആയത്ത് അത് പഠിച്ചതിന് ശേഷം അത് ജീവിതത്തിൽ പകർത്തി അതിന് ശേഷമാണ് അവർ അടുത്ത 10 ആയത്ത് പഠിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജീവിതത്തിൽ പകർത്താനും കൂടിയിട്ടാണ് ഖുർആന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മള് പഠിക്കും എന്ന് പറയുമ്പം അത് ഹിഫ്ള് മാത്രമല്ല പഠനം, അതിന്റെ കൂടെ തന്നെ അത് ജീവിതത്തിൽ പകർത്തലും ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മള് ഇപ്പൊ ഈ ഇരിക്കുന്നതും കൂടിയിരിക്കുന്നതും ഒക്കെ അതിന്റെ ഭാഗമാണ്. തഫ്സീർ വായിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വായിക്കാറുണ്ട്. പക്ഷെ അതില് എത്രത്തോളം അത് ഉൾക്കൊള്ളാറുണ്ട്, എത്രത്തോളം അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താറുണ്ട്, സാഹചര്യങ്ങൾ വരുമ്പം ഇതിലെ ആയത്തനുസരിച്ചാണ് നമ്മൾ ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്, അതോ നമ്മുടെ സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ കുടുംബം പറയുന്നതിനനുസരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ സമയത്ത് അതിനെ നോക്കിക്കാണുന്നത്? അള്ളാഹു ആലം. നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കാം. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവില് അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരൊറ്റ പ്രാവശ്യം അത് വരുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം ജീവിതത്തില് അങ്ങനെ ഒരു സാഹചര്യം വരുള്ളൂ. അതായത് കുടുംബസ്വത്ത് ഭാഗിക്കുക എന്ന് പറയുന്ന ഒരു സമയം. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം എല്ലാവർക്കും വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ കുടുംബസ്വത്ത് ഭാഗിക്കുന്ന ഒരു അവസ്ഥ വരും. ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ആ സമയത്ത് അവർക്ക് കിട്ടേണ്ടുന്ന ഹക്ക് ഉണ്ടാവും. ആ ഹക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. ഭൂമിയൊക്കെ ഭാഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ
പിന്നെ റോഡിന്റെ സൈഡിൽ തന്നെ ഭൂമി കിട്ടണം എന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നിൽക്കും ഒക്കെ മാറിയിട്ടൊക്കെ കിട്ടും. അപ്പോഴവിടെയാണ് നമ്മുടെ തനി സ്വഭാവം കാണിക്കാറുള്ളത്. പല ആളുകളും തനി സ്വഭാവം കാണിക്കുന്ന സ്ഥലം അതാണ്. ആ സമയത്ത് ആരും ഖുർആനായത്ത് ഇതാണ് അതനുസരിച്ച് ഞാൻ ചെയ്യട്ടെ എന്നൊന്നും ചിന്തിക്കാറില്ല. എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അതിനു വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുകയും തെറ്റിപ്പോവുകയും പിന്നെ സംസാരിക്കാനിരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവരെ ഒരുപാട് ആളുകളെ നമ്മൾ ഇന്നും കാണുന്നുണ്ട്. അപ്പം ഈ ഒരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് നമ്മളെ ദീൻ എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്ര തന്നെ നമ്മൾ ഈ ദീന് നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് ചിലപ്പോൾ സ്വത്ത് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും ഇനിയിപ്പോ ദീനൊക്കെ നമുക്ക് വന്നു നമ്മളെ ഉള്ളില് നമ്മളെ പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞൊക്കെ ചെയ്തു. പക്ഷെ ആ തെറ്റൊരിക്കലും നമുക്ക് തിരുത്താൻ പറ്റൂല. ആ തെറ്റൊരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെത്ര പാപമോചനം തേടിയാലും ഒക്കെ ചെയ്താലും സ്വത്ത് ഒരു പ്രാവശ്യം നമ്മളെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി? ആ പാപം നമ്മൾ ജീവിതകാലം മുഴുവനും ആ പാപം കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഖബറിൽ പോകുമ്പോഴും നമ്മൾ എത്രയാണോ ആളുകളെടുത്ത് തട്ടിയെടുത്തത് ആ തട്ടിയെടുത്ത അത്രയും സ്വത്തുമായിട്ട് നമ്മൾ നാളെ പരലോകത്തും അള്ളാന്റെ മുമ്പിൽ എത്തുകയാണ്. അത് നമ്മുടെ കഴുത്തിലൂടെ തൂക്കിയിടുന്ന ആ ഭൂമി. ഇപ്പം നമ്മള് എത്രത്തോളം ചെറുപ്പത്തിൽ എത്രത്തോളം നമ്മളെ ചെറുപ്പകാലത്ത് ദീന് പഠിച്ച് മനസ്സിലാക്കുന്നു അത്രത്തോളം ഹൈറാണ്. കാരണം ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് ഒരു 35-40 വയസ്സുകളിലായിരിക്കും. അതിനുള്ളിൽ നമ്മൾ ദീനുള്ളിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൽ തന്നെ ആ പാപവും കൂടി വഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭൂമിയിലൂടെ നടക്കുന്നത്. അതിന്റെ നമ്മളോടിലൂടെ തീർന്നോ? ഇല്ല. നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും ഒക്കെ ആ പാപത്തിന്റെ ഒരു ഭാഗം കിട്ടി. എന്താണ്? ആ സ്വത്ത് തട്ടിയെടുത്ത് അത് ഇവിടെ ഉപേക്ഷിച്ചു പോകും. അവരെ മക്കൾ അത് ഉപയോഗിച്ചു, ആ മക്കളെ മക്കൾ ഉപയോഗിച്ചു. ആരുടെയായിരുന്നു സമ്പത്ത്? ചിലപ്പോൾ ജ്യേഷ്ഠന് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഭാഗിച്ചു പോകേണ്ടിയിരുന്ന സ്വത്താണ്. 2 സെന്റ് 1 സെന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. വലിയ സമ്പത്തൊന്നും ആവില്ല. ഒരു സെന്റോ 2 സെന്റോ ഒക്കെ ആയിരിക്കും. ആ തട്ടിയെടുത്തതായിട്ട് തന്നെ ഉണ്ടാവും. വളച്ചു കെട്ടിയെടുത്തതും അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മതിൽ കെട്ടി തിരിച്ചതും ഒക്കെ ആയിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഇത് നമ്മൾ ദീന് പഠിക്കുമ്പം നമ്മളൊക്കെ ഏറ്റവും ചെറുപ്പകാലങ്ങളിൽ ദീന് പഠിക്കുക എന്നുള്ളതിന് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കണം. മക്കൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ ചെറുപ്പകാലങ്ങളിൽ അവർക്ക് ദീന് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തെറ്റുകൾ സംഭവിച്ച തെറ്റ് പിന്നെ ഒരിക്കലും തിരുത്താനും പറ്റൂല. അതുകൊണ്ട് തന്നെ സമ്പത്തൊക്കെ ഭാഗം വെക്കുമ്പോൾ നല്ല ഇൽമുള്ള നല്ല ദീനുള്ള ആളുകളെ കൂട്ടിവെച്ച് നല്ല ഹൈറായ രീതിയിൽ ചെയ്യുക. ഒരു സെന്റ് നമുക്ക് നഷ്ടപ്പെട്ടാലും അതൊന്നും സാരമില്ല. കാരണം ഭൂമിയിലും പരലോകത്തും നമ്മള് ആ തെറ്റും പേറി നടക്കണ്ടല്ലോ. നമ്മൾ ഒരു വിട്ടുവീഴ്ച നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിട്ടുവീഴ്ചയിൽ നമ്മൾ ആ തെറ്റ് പിന്നെ പേറി നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളെപ്പോഴും വിനയമുള്ളവരാവുക, നമ്മളെ അഹങ്കാരം ഒഴിവാക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ അഹങ്കാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് അത് കാണിക്കും. ആ അഹങ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു തരട്ടെ. ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. നമ്മളെ വാക്കുകളിലും പ്രവൃത്തികളിലൊക്കെ അഹങ്കാരത്തിന്റെ ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ അത് പുറത്തു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വിട്ട് മാപ്പാക്കി തെരുമാറാവട്ടെ. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്യും. സത്യവിശ്വാസിക്ക് അങ്ങനെ ഒരു തിന്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തിന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് കൊണ്ടുവന്ന് നമ്മളത് തിരുത്തിപ്പിച്ചിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് നടത്തൂല. അപ്പം അത് നന്മയാണ്. നമുക്ക് ആ ഒരു തിന്മ നമ്മളെ അടുത്തുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തരും. നമ്മൾ തിരുത്തുക, നമ്മള് പാപമോചനം തേടുക, നമ്മള് അള്ളാഹുലേക്ക് മടങ്ങുക, വിനയമുള്ളവരാവുക, എളിമയുള്ളവരാവുക. കാരണം ഒന്നും ദുനിയാവിന്ന് കൊണ്ടാവാനൊന്നുമില്ല ആർക്കും. എല്ലാവരും ഇവിടെ ഇട്ടിട്ട് പോകുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ഈ പരിശുദ്ധമായ രാവുകളില് പകലുകളില്
മോചനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ സ്വത്തും മുതലൊക്കെ കുറഞ്ഞവരൊന്നും ഭാഗം വെക്കുമ്പോ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട. നിങ്ങള് ഭാഗ്യവാന്മാരാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപം നിങ്ങളുടെ മേലിൽ എഴുതിയില്ല എന്നുള്ളതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അശ്റ, സൂറ അശ്റ പിന്നെ 227 ആയത്തുകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീം മീം. സുവ്യക്തമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണിവ. അവൻ വിശ്വാസികളാകാത്തതിന്റെ പേരിൽ നീ നിന്റെ ജീവൻ നശിപ്പിച്ചേക്കാം. വിശ്വാസികളാകാത്തതിന്റെ പേരിൽ നീ നിന്റെ ജീവൻ നശിപ്പിച്ചേക്കാം. എന്നാൽ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ മേൽ ആകാശത്ത് നിന്ന് നാം ഒരു ദൃഷ്ടാന്തം ഇറക്കി കൊടുക്കുന്നതാണ്. അന്നേരം അവരുടെ പിരടികൾ അതിന് കീഴൊതുങ്ങുന്നതായി തീരും. പരമകാരുണികന്റെ പക്കൽ നിന്ന് ഏതൊരു പുതിയ ഉത്ബോധനം വന്നെത്തുമ്പോഴും അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകാതിരുന്നിട്ടില്ല. അങ്ങനെ അവർ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ്. അതിനാൽ അവർ ഏതൊന്നിനെ പരിഹസിക്കുന്നവരായിരിക്കുന്നുവോ അതിനെപ്പറ്റിയുള്ള വൃത്താന്തങ്ങൾ അവർക്ക് വന്നെത്തിക്കൊള്ളും. ഭൂമിയിലേക്ക് അവർ നോക്കിയില്ല. എല്ലാ മികച്ച സസ്യവർഗങ്ങളിൽ നിന്നും എത്രയാണ് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്നാൽ അവരിൽ അധിക പേരും വിശ്വാസികളായില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. നിന്റെ രക്ഷിതാവ് മൂസയെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. നീ ആ അക്രമികളായ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്. ഓക്കെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം ദീനിലേക്ക് വരാത്തതിന്റെ പേരിൽ. ഓക്കെ, അപ്പം അവര് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലപ്പോൾ പറയുന്നതാണ്, ആ മലകൾ കൊണ്ടുവാ, അല്ലെങ്കിൽ ആ പുഴ ഉണ്ടാക്കിത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആ പ്രയാസത്തെ കണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? നീ പ്രയാസപ്പെടുന്ന നിന്റെ ജീവൻ തന്നെ നശിപ്പിക്കാൻ കാരണമായിരിക്കും നിന്റെ ഈ പ്രയാസം, മാനസികമായിട്ടുള്ള ഈ വിഷമം. അത് പക്ഷെ അതൊന്നും നീ കാര്യമാക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ അവർക്ക് മറുപടി കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച്. മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. നീ അക്രമികളായ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ സമാധാനത്തിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഖുറൈശികളാണെങ്കിലും പിന്നെ മുശ്രിക്കുകളാണെങ്കിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇട്ടിട്ട് അത്രയും പ്രയാസപ്പെടുത്തുമായിരുന്നു. അറിയാലോ, ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി കഴുത്തിൽ കൊണ്ടുപോയിട്ടതൊക്കെ. ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കനമായിരിക്കുന്ന, ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ മൂടാൻ മാത്രം ഉണ്ടാവും ഒട്ടകത്തിന്റെ കുടൽമാലകൾ എന്നാണ്. അപ്പൊ അത്രയും വലിയ ഹെവി ആയിട്ടുള്ള സാധനം നിസ്കരിക്കുമ്പോ കഴുത്തിൽ കൊണ്ടുപോയിട്ട് ഇടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് നീക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവി ഓടി വന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന് ആ കുടൽമാല എടുത്ത് മാറ്റിയത്. അതും ദുർഗന്ധം വമിക്കുന്ന കുടൽമാലകളായിരുന്നു എന്ന്. അതായത് എത്രയോ ദിവസങ്ങളായ കുടൽമാല കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും പ്രയാസപ്പെടുത്തിയിട്ട് ആളുകൾ എന്നിട്ട് ചുറ്റും കൂടി നിന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ. അപ്പം ഇതൊക്കെ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പ്രയാസത്തെ കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ് വേറെ നബിമാർക്ക് ഉണ്ടായിരുന്ന പ്രയാസങ്ങളും അവരെങ്ങനെയാണ് ഭൂമിയിൽ അവർ ജീവിച്ചതെന്നും അവർക്കും ഇതേപോലെ തന്നെ ഇതിനേക്കാളും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടെന്നും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുന്നത് കൂടിയാണിത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നതിന്റെ കൂടെ തന്നെ ആ സമയത്ത് ആ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആവശ്യമായിരുന്നു. കാരണം ആ പ്രയാസത്തെ നീങ്ങാനും ആ സമാധാനം മനസ്സിന് വരാനും എനിക്ക് ഇതിനേക്കാളും പ്രയാസം അനുഭവിച്ചവരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള സമാധാനം ഉണ്ടല്ലോ. നമുക്കാണെങ്കിലും നമ്മളിപ്പോ എത്ര പ്രയാസത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രയാസത്തെ തണുപ്പിക്കൽ എപ്പോഴാണ്?
മറ്റൊരാൾക്ക് ഇതിനേക്കാളും വലിയൊരു പ്രയാസം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാഹ് അൽഹംദുലില്ലാ എനിക്ക് അത്രക്കൊന്നും ഇല്ലല്ലോ അല്ലെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ സമാധാനിപ്പിക്കാറുള്ളത്. നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു ക്യാൻസർ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് അവന്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയാം അൽഹംദുലില്ലാ ഒന്നുമില്ല, എനിക്ക് ഒരു അസുഖം ഇല്ല പറയും. അതാണ് മനുഷ്യന്. കാരണം മറ്റൊരാളുടെ പ്രയാസം കാണുമ്പോഴാണ് നമ്മുടേത് ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനേക്കാളും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ എത്രയോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുമ്പം നമുക്ക് സമാധാനം വരും. അപ്പൊ അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസത്തിന് മുകളിൽ പ്രയാസമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രയാസങ്ങൾ അനുഭവിച്ച നബിമാരൊക്കെ ഭൂമിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കഥയായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം ആ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത്. അപ്പൊ നിന്റെ രക്ഷിതാവ് മൂസയെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. നീ ആ ആക്രമികളായ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക, അതായത് ഫിറഔന്റെ ജനതയുടെ അടുത്തേക്ക്. അവർ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. ഓക്കെ, ഈ ഫിറഔന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാല് വലിയൊരു രാജാവ് അല്ലെ, ഒരു രാജ്യത്തിന്റെ അറിയാലോ, ഈജിപ്ത് എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിന്റെ അധിപരായിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആരാണ് വിക്കുള്ള ഒരു വ്യക്തി ചെന്നിട്ട് പറയാണ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. എന്തായിരിക്കും ആ സമയത്ത് സംഭവിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി നമ്മള്. അങ്ങനെ ഒരു രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് വിക്കുള്ള ഒരാൾ ചെന്നിട്ട് പറയാണ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പം അവിടെ ആ പോയി പറയാനെടുക്കുന്ന ആ ധൈര്യം ഉണ്ടല്ലോ, അത് മനുഷ്യരുടെ കൂട്ടത്തില് ഈ നമുക്കൊക്കെ ചിന്തിക്കാനും കൂടി കഴിയില്ല. അങ്ങനെ ഒന്ന് പോയിട്ട് നമുക്ക് ഒരു രാജാവിന്റെ മുമ്പിൽ പോയിട്ട് പറയുക എന്ന് പറയുന്നത്. അപ്പം അത്രയും കഠിനമായ സന്ദർഭങ്ങള് പിന്നെ പ്രവാചകന്മാർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ചുറ്റുമുള്ള പിന്നെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. ഒരു രാജാവിന്റെ മുമ്പിൽ പോയിട്ട് പറയേണ്ട ഒരു സാഹചര്യം ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, അവർ എന്നെ നിഷേധിച്ച് തള്ളുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. മൂസ അലൈഹി ഇസ്ലാം പറയാണ്. അപ്പം എന്റെ ഹൃദയം ഞെരുങ്ങിപ്പോകും, എന്റെ നാവിന് ഒഴുക്കുണ്ടാവുകയില്ല. അതിനാൽ ഹാറൂന് കൂടി നീ സന്ദേശം അയക്കണമേ. അതായത് എനിക്ക് എന്റെ നാവ് കൊണ്ട് എനിക്ക് പറയാന് ചിലപ്പോൾ കിട്ടൂല, എനിക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സഹായിയായിട്ട് എന്റെ സഹോദരനായ ഹാറൂനെ കൂടി നൽകണമേ എന്ന്, ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ നൽകണം. അവർക്ക് എന്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കാനുമുണ്ട്, അതിനാൽ അവർ എന്നെ കൊന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അറിയാലോ. മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന്, ആ നാട്ടിൽ നിന്ന് ഓടിപ്പോകാനുണ്ടായ കാരണം, അതായത് ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു മൂസ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയത്. പക്ഷെ പിന്നീട് ഒരിക്കൽ പുറത്തിറങ്ങി നടക്കുമ്പം രണ്ട് ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പം അവരെ സഹായിക്കാൻ വേണ്ടി ചെന്നത്, ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെല്ലുകയും മറ്റയാളെ മൂസ അലൈഹി ഇസ്ലാം അടിക്കുകയും ആ അടിയുടെ ആഘാതത്തിൽ അയാൾ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മൂസ അലൈഹി ഇസ്ലാം ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അടിച്ചതല്ല, പക്ഷെ അത്രയും ശക്തി മൂസ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം ഭയപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് മുനാജാത്ത് നടത്തുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔന്റെ അടുത്തേക്ക് തിരിച്ചു മടങ്ങി ചെല്ലാൻ കൽപ്പിക്കുന്നതൊക്കെ വരുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പിന്നെ മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് ഓടിപ്പോയതിനു ശേഷം മൂസ അലൈഹി ഇസ്ലാമിന് കുടുംബം ഉണ്ടായി, ഭാര്യയും മക്കളൊക്കെ ഉണ്ടായി. എന്നിട്ട് അവിടെ നിന്ന് മൂസ അലൈഹി ഇസ്ലാമും കുടുംബവും വരുമ്പോഴാണ് ഈ സീനാ പർവ്വതത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നതും അങ്ങനെ അവിടെ വെച്ചിട്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് ഫിറഔന്റെ അടുത്തേക്ക് തിരിച്ചു മടക്കി ചെല്ലാൻ പറയുന്നതൊക്കെ അപ്പൊ അവിടെ വെച്ചിട്ടാണ്. അപ്പൊ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു മടങ്ങി ചെല്ലാൻ ഭയപ്പെട്ടുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് എന്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കാനുമുണ്ട്, അതിനാൽ അവർ എന്നെ കൊന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് ഏത് കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും കൊലക്ക് കൊല തന്നെയായിരുന്നു. അതായത് ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നവനെ തന്നെ കൊല്ലുക എന്നുള്ള ആ നിയമം തന്നെയായിരുന്നു പണ്ട് കാലങ്ങളിലും ഇപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉള്ളത്. അപ്പൊ എന്നെ കൊന്നു കളഞ്ഞേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറയാണ്. അള്ളാഹു പറഞ്ഞു, ഒരിക്കലുമില്ല, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് നിങ്ങൾ ഇരുവരും പോയിക്കൊള്ളുക, തീർച്ചയായും നിങ്ങളോടൊപ്പം നാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. നിങ്ങൾ നടന്നോളുക, നിങ്ങൾ
കൂടെ ഞാനും ഉണ്ട് എന്ന് പറയാണ്. ഇതേ ഈ സാഹചര്യം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കും പിന്നെ യുദ്ധം നടക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് അവർ യുദ്ധം ചെയ്യുന്നത് പോലും. അപ്പം ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഫിറഔന്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറയുക, തീർച്ചയായും ഞങ്ങൾ രക്ഷിതാവിങ്കിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാകുന്നു. ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം അയച്ചു തരണമെന്ന് നിർദ്ദേശവുമായിട്ട്. അതായത് ഇസ്രായേലികളെ അടിമകളാക്കി വെച്ച് അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫിറഔൻ. ആമക്കളെ കൊല്ലുകയും സ്ത്രീകളെ മാത്രം വെറുതെ വിടുകയും ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് എല്ലാ അടിമപ്പണിയും ചെയ്യിപ്പിച്ചുകൊണ്ട് ഫിറഔൻ ജീവിക്കുകയായിരുന്നു. അപ്പൊ അവരെയാണ് എനിക്ക് വിട്ടുതരണം, അള്ളാഹുവിന്റെ കൽപ്പനയുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് ഫിറഔന്റെ അടുത്ത് പറയാൻ കൽപ്പിക്കുന്നത്. ഫിറഔൻ പറഞ്ഞു, കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഞങ്ങൾ വളർത്തിയില്ലേ? നിന്റെ ആയുസ്സിൽ കുറെ കൊല്ലങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നീ കഴിച്ചു കൂട്ടിയിട്ടുമുണ്ട്. നീ ചെയ്ത നിന്റെ ആ ദുഷ്പ്രവൃത്തി നിന്റെ ആ ദുഷ്പ്രവൃത്തി നീ ചെയ്യുകയുണ്ടായി. നീ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു. അദ്ദേഹം മൂസ പറഞ്ഞു, ഞാൻ അന്ന് അത് ചെയ്യുകയുണ്ടായി, എന്നാൽ ഞാൻ പിഴവ് പറ്റിയവരുടെ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ നിങ്ങളെപ്പറ്റി ഭയം തോന്നിയപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. അനന്തരം എന്റെ രക്ഷിതാവ് എനിക്ക് തത്വജ്ഞാനം നൽകുകയും അവൻ എന്നെ ദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്തു. എനിക്ക് നീ ചെയ്തു തന്നതായി നീ എടുത്തു പറയുന്ന ആ അനുഗ്രഹം ഇസ്രായേൽ സന്തതികളെ നീ അടിമകളാക്കി വെച്ചതിനാൽ ഉണ്ടായതത്രേ. ഫിറഔൻ പറഞ്ഞു, എന്താണ് ഈ ലോകരക്ഷിതാവ് എന്ന് പറയുന്നത്? അദ്ദേഹം മൂസ പറഞ്ഞു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവാകുന്നു നിങ്ങൾ ഉള്ളവരാണെങ്കിൽ. ഫിറഔൻ തന്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞു, എന്താ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നില്ലേ? അദ്ദേഹം മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ രക്ഷിതാവും അത്രേ അവൻ. ഫിറഔൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ ഈ ദൂതനുണ്ടല്ലോ, തീർച്ചയായും അവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, ഉദയസ്ഥാനത്തിന്റെയും അസ്തമയ സ്ഥാനത്തിന്റെയും അവയ്ക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവത്രേ അവൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാണെങ്കിൽ. ഫിറഔൻ പറഞ്ഞു, ഞാനല്ലാത്ത ഒരു ദൈവത്തെയും നീ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ തടവുകാരുടെ കൂട്ടത്തിലാക്കുന്നതാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, സ്പഷ്ടമായ എന്തെങ്കിലും തെളിവ് ഞാൻ നിനക്ക് കൊണ്ടുവന്ന് കാണിച്ചാലും നീ സമ്മതിക്കുകയില്ലേ? ഫിറഔൻ പറഞ്ഞു, എന്നാൽ നീ അത് കൊണ്ടുവരിക, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. അപ്പോൾ അദ്ദേഹം മൂസ തന്റെ വടി താഴെയിട്ടു. അപ്പോഴത് പ്രത്യക്ഷമായ ഒരു സർപ്പമായി മാറുന്നു. അദ്ദേഹം തന്റെ കൈ പുറത്തേക്കിടുകയും ചെയ്തു. അപ്പോഴത് കാണികൾക്ക് വെള്ള നിറമുള്ളതാകുന്നു. തന്റെ ചുറ്റുമുള്ള പ്രമുഖന്മാരോട് ഫിറഔൻ പറഞ്ഞു, തീർച്ചയായും ഇവൻ വിവരമുള്ള ഒരു ജാലവിദ്യക്കാരൻ തന്നെയാണ്. തന്റെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്ത് നിർദ്ദേശിക്കുന്നു? അവർ പറഞ്ഞു, അവനും അവന്റെ സഹോദരനും താങ്കൾ സാവകാശം നൽകുക, ആളുകളെ വിളിച്ചുകൂട്ടാൻ നഗരങ്ങളിലേക്ക് താങ്കൾ ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്യുക. എല്ലാ വിവരമുള്ള ജാലവിദ്യക്കാരെയും അവർ താങ്കളുടെ അടുത്ത് കൊണ്ടുവരട്ടെ. അങ്ങനെ അറിയപ്പെട്ട ഒരു ദിവസം നിശ്ചിതമായ ഒരു സമയത്ത് ജാലവിദ്യക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ജനങ്ങളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ സമ്മേളിക്കുന്നുണ്ടല്ലോ, ജാലവിദ്യക്കാരാണ് വിജയികളാകുന്നതെങ്കിൽ നമുക്കൊരു പിന്തുടരാമല്ലോ. അങ്ങനെ ജാലവിദ്യക്കാർ വന്നെത്തിയപ്പോൾ ഫിറഔനോട് അവർ ചോദിച്ചു, ഞങ്ങളാണ് വിജയികളാകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടായിരിക്കുമോ? ഫിറഔൻ പറഞ്ഞു, അതെ, തീർച്ചയായും നിങ്ങൾ സാമീപ്യം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇടാനുള്ളതെല്ലാം നിങ്ങൾ ഇട്ടുകൊള്ളുക. അപ്പോൾ തങ്ങളുടെ കയറുകളും വടികളും അവർ ഇട്ടു. അവർ പറയുകയും ചെയ്തു, ഫിറഔന്റെ പ്രതാപം തന്നെയാണ് സത്യം, തീർച്ചയായും ഞങ്ങൾ തന്നെയായിരിക്കും വിജയികൾ. അനന്തരം മൂസ തന്റെ വടി താഴെയിട്ട്. അപ്പോഴത് അവർ വ്യാജമായി നിർമ്മിച്ചതിനെയെല്ലാം വിഴുങ്ങിക്കളയുന്നു. അപ്പോൾ ജാലവിദ്യക്കാർ സാഷ്ടാംഗത്തിലായി വീണു. അവർ പറഞ്ഞു, ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതായത് മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ. ഫിറഔൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പായി നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നോ? തീർച്ചയായും ഇവൻ നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ തലവൻ തന്നെയാണ്. വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. തീർച്ചയായും നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും എതിർവശങ്ങളിൽ നിന്നായിക്കൊണ്ട് ഞാൻ മുറിച്ചു കളയുകയും നിങ്ങളെ മുഴുവൻ ഞാൻ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ്. അവർ പറഞ്ഞു, കുഴപ്പമില്ല, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങിപ്പോകുന്നവരാകുന്നു. ഞങ്ങൾ ആദ്യമായി വിശ്വസിച്ചവരായതിനാൽ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു. മൂസക്ക് നാം ബോധനം നൽകി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രി നീ പുറപ്പെട്ടുകൊള്ളുക, തീർച്ചയായും ശത്രുക്കൾ നിങ്ങളെ പിന്തുടരാൻ പോവുകയാണ്. അപ്പോൾ ഫിറഔൻ ആളുകളെ വിളിച്ചുകൂട്ടാൻ പട്ടണങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. തീർച്ചയായും ഇവർ കുറച്ചു പേർ മാത്രമുള്ള ഒരു സംഘമാകുന്നു. തീർച്ചയായും അവർ നമ്മെ അരിശം കൊള്ളിക്കുന്നവരാകുന്നു. തീർച്ചയായും നാം സംഘടിതരും ജാഗരൂകരുമാകുന്നു എന്നിങ്ങനെ വിളിച്ചു പറയാനാണ് ഫിറഔൻ നിർദ്ദേശിച്ചത്. അങ്ങനെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും നാം അവരെ പുറത്തിറക്കി. ഭണ്ഡാരങ്ങളിൽ നിന്നും മാന്യമായ വാസസ്ഥലങ്ങളിൽ നിന്നും
അപ്രകാരം എത്രയും നമ്മുടെ നടപടി അതൊക്കെ ഇസ്രായേൽ സന്തതികൾക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ഫിറൗനും സംഘവും ഉദയവേളയിൽ അവരുടെ ഇസ്രായേലീകളുടെ പിന്നാലെ ചെന്നു. അങ്ങനെ 2 സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസയുടെ അനുചരന്മാർ പറഞ്ഞു, തീർച്ചയായും നാം പിടിയിലകപ്പെടാൻ പോവുകയാണ്. മൂസ പറഞ്ഞു, ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എന്റെ രക്ഷിതാവുമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ നാം മൂസക്ക് ബോധനം നൽകി, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കൂ എന്ന്. അങ്ങനെ അത് കടൽ പിളരുകയും എന്നിട്ട് വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെ ആയിത്തീരുകയും ചെയ്തു. മറ്റവരെ ഫിറൗന്റെ പക്ഷത്തെയും നാം അതിന്റെ അടുത്തെത്തിക്കുകയുണ്ടായി. മൂസയെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തി. പിന്നെ മറ്റവരെ നാം മുക്കി നശിപ്പിച്ചു. തീർച്ചയായും അതിൽ സത്യനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരല്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും. ഇബ്രാഹിമിന്റെ വൃത്താന്തവും അവർക്ക് നീ വായിച്ചു കേൾപ്പിക്കുക. അങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിച്ച കഥയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അവരെ മുഴുവനും പുറത്തിറക്കിയിരുന്നു. അവരെ ആ നാടുകളിൽ നിന്ന് ഒരു കൂട്ടര് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടി നിന്നെങ്കിൽ മറ്റേ കൂട്ടർ എന്ത് ചെയ്തു, ഫിറൗന്റെ കൂടെ ആയിരുന്നു നിന്നത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം സമൂഹവും എന്ത് ചെയ്ത്, കടലിനെ പിളർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം. എന്നിട്ട് അതിലൂടെ ഇവര് പുറത്ത് കടന്ന് കടലിൽ നിന്റെ അപ്പുറത്തെ സൈഡിൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്തു, അതിന്റെ ഉള്ളിലായിരുന്നു ആര്, ഫിറൗനും കൂട്ടരും ഇവരെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി ഒരുക്കി കൊടുത്തു, കടലിനെ പിളർത്തിയിട്ട്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമും സമൂഹവും അപ്പുറത്തെ സൈഡിൽ എത്തിക്കഴിഞ്ഞു എന്നതിന് ശേഷം കടലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഴയപടിയാക്കി. അപ്പൊ അതിന്റെ ഉള്ളിൽ ആര് പെട്ടു, ഫിറൗനും അവന്റെ കൂട്ടരും അതിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് പെട്ടു. അപ്പം ആ ഒരു സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തിറക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഭാഗം 69-ാമത്തെ ആയത്ത് മുതൽ ഇബ്രാഹിമിന്റെ വൃത്താന്തവും അവർക്ക് നീ വായിച്ചു കേൾപ്പിക്കുക. അതായത് നിങ്ങൾ എന്തൊന്നിനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തന്റെ പിതാവിനോടും തന്റെ ജനങ്ങളോടും അദ്ദേഹം ചോദിച്ച സന്ദർഭം. അവർ പറഞ്ഞു, ഞങ്ങൾ ചില വിഗ്രഹങ്ങൾ ആരാധിക്കുകയും അവയുടെ മുമ്പിൽ വചനമിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരത് കേൾക്കുമോ, അഥവാ അവർ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമോ? അവർ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ പിതാക്കൾ അപ്രകാരം ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും, എന്നാൽ അവർ ദൈവങ്ങൾ, എന്റെ ശത്രുക്കളാകുന്നു, ലോകരക്ഷിതാവ് ഒഴികെ. അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവർ, എനിക്ക് ആഹാരം തരികയും കുടിനീർ നൽകുകയും ചെയ്തവർ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവൻ. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. ഈ ദുആ നിങ്ങളുടെ പിന്നെ ഖുർആനിലെ ദുആക്കും മാത്രമായിട്ടുള്ള ഇത് കിട്ടും നിങ്ങൾക്ക് ചില ഹദില് നോക്കിയിട്ടുണ്ടെങ്കിൽ ആപ്പിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബുക്ക് വാങ്ങിച്ചു വെക്കണം. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ദുആല് പെട്ടതാണ്. ഒരു ദിവസം പോലും വിടാതെ നിങ്ങൾ ഈ ദുആ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഖുർആനിലെ ദുആകൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആ ആണ്, നേരിട്ട് പഠിപ്പിച്ചു തന്ന ദുആ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ ഒരുപാട് ദുആസ് പഠിച്ചിട്ടുണ്ട്. അത് ഹദീസുകളിലൂടെ പഠിച്ചതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദുആ ആണ് ഏറ്റവും ഉന്നതിയിലുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന അർത്ഥമല്ല, കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്നത്. അത്രയും പ്രാധാന്യം ആ അർത്ഥത്തിനുണ്ട്, ആ ദുആക്കുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, ആ ദുആ നമ്മള് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. 40ഓളം ശരിക്കും കൃത്യമായിട്ടുള്ള ദുആസ് ഉണ്ട്. ഒന്നിനോടും ഒരു ആയത്തിനോടും ചേരാത്ത രീതിയിൽ നിൽക്കുന്ന 40ഓളം ദുആസ് ഉണ്ട്. ഓക്കെ, ആ ദുആസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈർ മാത്രമേ കൊണ്ടുവരുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നുള്ള ദുആണിത്. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കുകയും ചെയ്യണമേ. എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാക്കണമേ.
എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ, തീർച്ചയായും അദ്ദേഹം വഴിപഴച്ചവരുടെ കൂട്ടത്തിലാകുന്നു. അവർ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനത്തിലാക്കരുതേ, അതായത് സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം. കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുങ്കൽ ചെന്നവർക്കൊഴികെ. അന്ന് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്, ദുർമാർഗികൾക്ക് നരകം തുറന്നു കാണിക്കപ്പെടുന്നതുമാണ്. അവരോട് ചോദിക്കപ്പെടുകയും ചെയ്യും, നിങ്ങൾ ആരാധിച്ചിരുന്നതെല്ലാം എവിടെ പോയി? അള്ളാഹുവിന് പുറമെ അവർ നിങ്ങളെ സഹായിക്കുകയോ സ്വയം സഹായം തേടുകയോ ചെയ്യുന്നുണ്ടോ? തുടർന്ന് അവരും ആരാധ്യന്മാർ ആ ദുർമാർഗികളും അതിൽ നരകത്തിൽ മുഖം കൊത്തി വീഴ്ത്തപ്പെടുന്നതാണ്. ഇബ്ലീസിന്റെ മുഴുവൻ സൈന്യങ്ങളും അവിടെ വെച്ച് അന്യോന്യം വഴക്ക് കൂടിക്കൊണ്ടിരിക്കെ അവർ പറയും, അള്ളാഹുവാണ് ഈ സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ലോകരക്ഷിതാവിനോട് തുല്യത കൽപ്പിക്കുന്ന സമയത്ത് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ആ കുറ്റവാളികളല്ലാതെ മറ്റാരുമല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ശുപാർശക്കാരായ ആരുമില്ല, ഉറ്റ സുഹൃത്തുമില്ല. അതിനാൽ ഞങ്ങൾക്കൊന്ന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാകുമായിരുന്നു. തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. നൂഹിന്റെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ച് തള്ളി. ഇനി വരുന്ന ഭാഗം പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഴിഞ്ഞു. അതിനുശേഷം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, മൂസ അലൈഹി ഇസ്ലാമിന്റെ കഴിഞ്ഞു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഴിഞ്ഞു. ഇനി നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. നൂഹിന്റെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ച് തള്ളി. അവരുടെ സഹോദരൻ നൂഹ് അവരോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ദൂതനാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കൽ നിന്ന് മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. അവർ പറഞ്ഞു, നിന്നെ പിന്തുടർന്നിട്ടുള്ളത് ഏറ്റവും താഴ്ന്ന ആളുകളായിരിക്കെ ഞങ്ങൾ നിന്നെ അവിശ്വസിക്കുകയോ? അദ്ദേഹം പറഞ്ഞു, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി എനിക്ക് എന്തറിയാം? അവരെ വിചാരണ നടത്തുക എന്നത് എന്റെ രക്ഷിതാവിന്റെ ബാധ്യത മാത്രമാകുന്നു. നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ. സത്യവിശ്വാസികളെ ഞങ്ങൾ ഒരിക്കലും മാറ്റിക്കളയുന്നതല്ല, ഞാൻ വ്യക്തമായൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. അവർ പറഞ്ഞു, നൂഹേ, നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നീ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, തീർച്ചയായും എന്റെ ജനത എന്നെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീ ഒരു തുറന്ന തീരുമാനമെടുക്കുകയും എന്നെയും എന്റെ കൂടെയുള്ള വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം ഭാരം ഇറക്കപ്പെട്ട കപ്പലിൽ നാം രക്ഷപ്പെടുത്തി. പിന്നെ ബാക്കിയുള്ളവരെ അതിനുശേഷം നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. ആദ്യ സമുദായം ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. അവരുടെ സഹോദരൻ ഹൂദ് അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കൽ നിന്ന് മാത്രമാകുന്നു. പൊങ്ങച്ചം കാണിക്കുവാനായി എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും നിങ്ങൾ പ്രതാപചിഹ്നങ്ങൾ, ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ? നിങ്ങൾക്ക് എന്നെന്നും താമസിക്കാമെന്ന ഭാവേന നിങ്ങൾ മഹാസൗധങ്ങൾ ഉണ്ടാക്കുകയാണോ? നിങ്ങൾ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നിഷ്ഠൂരന്മാരായിക്കൊണ്ട് നിങ്ങൾ ബലം പ്രയോഗിക്കുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾ തന്നെ അറിയാവുന്നവ സുഖസൗകര്യങ്ങൾ മുഖേന നിങ്ങളെ സഹായിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുക. കന്നുകാലികളും സന്താനങ്ങളും മുഖേന അവൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. തോട്ടങ്ങളും അരുവികളും മുഖേനയും നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായൊരു ദിവസത്തെ ശിക്ഷ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അവർ പറഞ്ഞു, നീ ഉപദേശം നൽകിയാലും ഉപദേശം നൽകിയവരുടെ കൂട്ടത്തിലായില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. ഇത് പൂർവികന്മാരുടെ സമ്പ്രദായം തന്നെയാകുന്നു, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. അങ്ങനെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളുകയും അതിനാൽ നാം അവരെ നശിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്ന പ്രതാപിയും കരുണാനിധിയും. സമുദായം ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. അടുത്ത ഭാഗം സമുദായത്തെ കുറിച്ചാണ് കേട്ടോ. അവരുടെ സഹോദരൻ സ്വാലിഹ് അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളോട് ഞാൻ ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലം ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിൽ നിന്ന് മാത്രമാകുന്നു. ഇവിടെയുള്ളതിൽ സമൃദ്ധിയിൽ നിർഭരായി കഴിയാൻ നിങ്ങളെ വിട്ടേക്കപ്പെടുമോ? അതായത് തോട്ടങ്ങളും അരുവികളും വയലുകളിലും കുലഭാരം തൂങ്ങുന്ന ഈന്തപ്പനകളിലും നിങ്ങൾ സന്തോഷപ്രമരായിക്കൊണ്ട്
പർവ്വതങ്ങളിൽ വീടുകൾ തുരന്നുണ്ടാക്കുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. അതിക്രമകാരികളുടെ കൽപ്പന നിങ്ങൾ അനുസരിച്ചു പോകരുത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നന്മ വരുത്താതിരിക്കുകയും ചെയ്യുന്നവരുടെ അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ചവരിൽപ്പെട്ട ഒരാൾ മാത്രമാകുന്നു. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അതിനാൽ നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവരൂ. അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു ഒട്ടകം, അതിന് വെള്ളം കുടിക്കാൻ ഒരു ഊഴമുണ്ട്, നിങ്ങൾക്കും ഒരു ഊഴമുണ്ട് നിശ്ചിതമായ ഒരു ദിവസത്തിൽ. നിശ്ചിത ദിവസത്തിൽ നിങ്ങൾ അതിന് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളെ പിടികൂടും. എന്നാൽ അവർ അതിനെ വെട്ടിക്കൊന്നു. അങ്ങനെ അവർ ഖേദക്കാരായി തീർന്നു. അള്ളാഹുവിന്റെ ഒട്ടകമാണിത്. ഇതാണ് ഖുർആനിൽ പറയുന്ന അള്ളാഹുവിന്റെ ഒട്ടകം. അതായത് സമുദായത്തിലേക്കാണ് ആ ഒട്ടകം വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങിച്ചതാണ് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ ഓരോന്നും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ. ഓരോന്ന് ചെയ്തു കൊടുക്കാൻ, അതായത് അരിവുണ്ടാക്ക്, അതുണ്ടാക്ക്, ഇതുണ്ടാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നീ അത് കൊണ്ടുവരണം, ഇത് ചെയ്തു തരണം, ഇത് കാണിച്ചു തരണം, മൂജിസത്തുകൾ പലതും കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ട്, അത് ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതില് ഈ ഒരു അതിലൂടെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിന്നൊരു കാര്യം ചോദിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാല് അതിന്റെ മുകളിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ആ സമുദായം മുഴുവൻ എന്താവും, നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങിച്ചതായിരുന്നു ഈ ഒട്ടകത്തിനൊക്കെ. അപ്പൊ ആ ഒട്ടകം ഇങ്ങനെ അവർക്കിടയിലൂടെ ഇങ്ങനെ നടക്കും. അപ്പൊ അതിന് വെള്ളം വേണം. വെള്ളം കുടിക്കാന് അവർക്കൊരു തടാകം ഉണ്ടായിരുന്നു. അപ്പൊ ആ തടാകത്തില് ഈ ഒട്ടകം വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കുന്നു. തടാകത്തിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കുന്നു. അപ്പൊ അവിടെ ഉള്ളവർക്ക് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുകയാണ്. അപ്പം അവര് ടൈപ്പ് ആക്കും. ഒട്ടകത്തിന് ഒരു ദിവസം വെള്ളം കുടിക്കുക, ഒരു ദിവസം അവിടുത്തെ ആളുകൾക്ക് വെള്ളം എടുക്കുക, അങ്ങനെ ആക്കിയിട്ട് ഒരു തീരുമാനമാക്കും. അങ്ങനെ ഒട്ടകത്തിന് ഒരു ദിവസം വെള്ളം കൊടുക്കും, മറ്റൊരു ദിവസം അവർ വെള്ളം കുടിക്കും. അപ്പോഴും പിന്നെയും അവർക്ക് വീണ്ടും ഒട്ടകത്തിന് വെള്ളം കൊടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അങ്ങനെ അവസാനം ഒട്ടകത്തിന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അവരെന്ത് ചെയ്തു, ആ ഒട്ടകത്തിനെ അറുത്ത് കളഞ്ഞു എന്നാണ്. അത്രയും ദുഷ്ടത്തരം അവർ ചെയ്തു എന്നാണ് ആ സമയത്ത്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്ക് ഇറങ്ങുന്നത്. ആദ്യം 3 ദിവസം അവരുടെ മുഖം ആദ്യം ചുവന്ന കളറായി, പിന്നീട് കറുത്തിരുണ്ടു, പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇറങ്ങുകയാണ്. അപ്പം അവരോട് ആ പ്രവാചകനോട് എന്ത് പറഞ്ഞു, സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അവിടെ നിന്ന് സാലിഹ് അലൈഹി ഇസ്ലാമിനോടും കുടുംബത്തോടും, അതായത് സാലിഹ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുന്നവരോട് എന്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളുക, കാരണം ഇവർക്കുള്ള ശിക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നെ അവർക്ക് കാർമേഘം പോലെ ഇങ്ങനെ കണ്ടപ്പം അവിടെ ഉള്ള ആളുകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിന്. കാരണം മഴ പെയ്യാൻ പോവുകയാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അത് ശിക്ഷയും കൊണ്ടുവരുന്ന മലക്കുകളായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും പിന്നെ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഉരുണ്ട് കൂടുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയം കൊണ്ട് വിറക്കുമായിരുന്നു. കാരണം തന്റെ സമൂഹത്തിന് ശിക്ഷ ഇറങ്ങണോ എന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ദുൽമ കൊണ്ട് ആ സമൂഹത്തിന് ശിക്ഷ ഇറങ്ങുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയം കൊണ്ട് വിറക്കുമായിരുന്നു, ഓടുമായിരുന്നു, സുജൂദിൽ കിടക്കുമായിരുന്നു എന്നിട്ട്. അപ്പൊ ഇതൊക്കെ ഈ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് അതൊന്നും അത്ര ഒരു ഇത് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മറ്റുള്ള നബിമാരുടെ കഥകൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളില് ഭയമായിരുന്നു, സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയുമോ എന്നുള്ള ഭയം. അപ്പം ഇത് നമുക്ക് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ പ്രയാസങ്ങൾ ബാധിക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെ ആയത്തുകൾ പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ റസൂൽ എന്തായിരുന്നു ആ സമയത്ത് അനുഭവിച്ചിരുന്ന പ്രയാസം എന്നുള്ളത് നമുക്ക് ആലോചിക്കണം നമ്മൾ.
ഓരോ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന പ്രയാസത്തിനെ സമാധാനിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ കൂടെ തന്നെ ആ സമൂഹത്തിന് വരുന്ന ശിക്ഷയെ കുറിച്ച് കൂടി അറിയിച്ചു കൊടുക്കുമ്പോൾ നമ്മളും അത് ആലോചിച്ച് നോക്കുക. നമുക്കും ഓരോ പ്രയാസങ്ങൾ വരുമ്പം നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലോ ബുദ്ധിമുട്ടോ എന്തൊക്കെയോ ആയിരിക്കും, നമ്മളെ സമൂഹത്തിലോ ആരെങ്കിലും നമ്മൾ പ്രയാസപ്പെടുത്തുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ അള്ളാന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മള് ഭയങ്കര ഖേദക്കാരായി പോകും. ഈവൻ നമ്മളെ ശത്രുവായിരിക്കും മറ്റേ ആള്, അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്നതായിരിക്കും. പക്ഷെ ഒരിക്കലും അള്ളാന്റെ ശിക്ഷ ഒരാൾക്കും താങ്ങാൻ കഴിയില്ല, ഒരാൾക്കും താങ്ങാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളതല്ലാതെ ഒരാൾക്കും എതിരെ ദുആ ചെയ്യാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാല് ആർക്കും അത് താങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ അതിനെ വെട്ടിക്കൊന്നു, അങ്ങനെ അവർ ഖേദക്കാരായി തീർന്നു. ഉടനെ ശിക്ഷ അവരെ പിടികൂടി. തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അത് അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. ലൂത്തിന്റെ ജനത ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. അടുത്തത് എന്താണ്? ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം. അവരുടെ സഹോദരൻ ലൂത്ത് അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഇതിന്റെ പേര് നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലം ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിൽ നിന്ന് മാത്രമാകുന്നു. നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണോ? നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ വിട്ടുകളയുകയുമാണോ? അല്ല, നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനത തന്നെയാകുന്നു. അവർ പറഞ്ഞു, ലൂത്തെ, നീ ഇതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ തീർച്ചയായും നീ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയെ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവ്, എന്നെയും എന്റെ കുടുംബത്തെയും ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തേണമേ. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് എന്താ സംഭവിച്ചത്? അവര് സ്വവർഗരതിക്കാരായിരുന്നു എന്നാണ്. അവർക്ക് സ്ത്രീകളെ അല്ലായിരുന്നു അവര് നോക്കി നടന്നിരുന്നത്. പുരുഷന്മാരുടെ പിന്നാലെ പോകുന്ന സ്ഥിതിയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായത്. ഇന്ന് നമ്മൾ അതിനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നില്ല. ഇല്ല, പല കാലങ്ങളില് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പല സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്നവരുണ്ട്, പക്ഷെ അതിനിടയിൽ നന്മയിൽ നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്മ നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ മുഴുവനായിട്ട് കീഴ്മേൽ മറിക്കൂല. നന്മ പൂർണ്ണമായിട്ടും എടുത്തു കളയുന്ന ആ ദിവസം മാത്രമേ എന്താവുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിനെ കീഴ്മേൽ മറിക്കുകയും അന്ന് ഖിയാമത്ത് നാളായിട്ട് വരികയും ചെയ്യുള്ളൂ. കാഹളത്തിൽ ഊതുന്ന ദിവസം അന്നാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തില് ഇങ്ങനെയുള്ള തിന്മകളൊക്കെ നടന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ശിക്ഷ ഇറക്കുന്നില്ല എന്ന് ചോദിച്ചാല് അവർക്ക് ഒറ്റക്കായിട്ടല്ല ശിക്ഷ ഇറങ്ങുക. ഒരു സമൂഹത്തിനെ മുഴുവനായിട്ട് തുടച്ചു നീക്കിക്കൊണ്ടാണ് ശിക്ഷ ഇറങ്ങുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ പല ആളുകളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് ആ സമൂഹത്തിലേക്കായിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്തത്. ആ ആൾക്ക് മാത്രമായിക്കൊണ്ടാണ് ശിക്ഷ ഇറങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ പണ്ട് ഇപ്പം പല പിന്നെ രോഗങ്ങളൊക്കെ, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ പല ആളുകൾക്കും പിടിപെടുന്നതൊക്കെ ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇവിടെ ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് പുറത്തേക്ക് പോകാൻ, അതായത് കുടുംബത്തെയും ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുകയാണ്. ലൂത്ത് അലൈഹി ഇസ്ലാം ദുആ ചെയ്യാണ്, എന്നെ എന്റെ കുടുംബത്തെയും ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന്. അതായത് ലൂത്ത് അലൈഹി ഇസ്ലാമിന് പെൺമക്കൾ ഉണ്ടായിരുന്നു. അപ്പം അവരെയും കൊണ്ട് രക്ഷപ്പെടാൻ ലൂത്ത് അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചു. അപ്പോഴാണ് അള്ളാഹുൽ നിന്ന് ആ ശിക്ഷയുടെ അറിവ് എത്തുന്നത്. അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വെച്ച് എന്നിട്ട് മലക്കുകൾ പിന്നീട് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ മുമ്പ് ആ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിരുന്നു. അത് ഈ സന്ദർഭത്തിലാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു സൂറത്തിന്റെ ഒരു ഭാഗത്തിന്റെ ബാക്കി ഭാഗം ഇവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തി പിന്മാറിയുന്നവരിൽ ഒരു കിഴവി ഒഴികെ. കിഴവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് മറ്റുള്ളവരെ നാം തകർത്തു കളഞ്ഞു. അവരുടെ മേൽ നാം ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു. താക്കീത് നൽകപ്പെട്ടവർക്ക് ലഭിച്ച മഴ, ആ മഴ എത്ര മോശം! തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും. ഐക്യത്തിന്റെ മരക്കൂട്ടങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നവരും ദേവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. പണ്ട് കാലത്ത് മരത്തിൽ താമസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഭൂമിയിലല്ല.
അവർ മരത്തിലായിരുന്നു അവർ വീടുകളൊക്കെ വെച്ചിട്ട് താമസിച്ചിരുന്നത്. അങ്ങനത്തെ ആളുകളായിരുന്നു ഐക്കത്തിലെ ആളുകൾ എന്ന് പറഞ്ഞ് മരക്കൂട്ടത്തില് താമസിച്ച്. അവരോട് ഷുഐബ് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അവരിലേക്ക് വന്ന നബിയാണ് ആര്? ഷുഐബ് അലൈഹി ഇസ്ലാം. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ദൂതനാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിൽ നിന്നും മാത്രമാകുന്നു. നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക. നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. അതായത് അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ചവരായിരുന്നു ഈ സമൂഹം. അതുകൊണ്ടാണ് അവരോട് അങ്ങനെ പറയുന്നത്. കൃത്രിമമില്ലാത്ത തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കുക. അതായത് കൃത്രിമമായിട്ട് തുലാസ് വെക്കും. ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. തുലാസിന്റെ അടിയിൽ എന്തെങ്കിലും കട്ട വെച്ചിട്ട് അതിന്റെ കനം തൂക്കുക, തുലാസിന്റെ കനം മാറ്റുക. എന്നിട്ട് ആളുകൾക്ക് അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ചിട്ട് അവർക്ക് കച്ചവടം നടത്തുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത്. നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കരുത്. നിങ്ങളെയും പൂർവ്വ തലമുറകളെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ചവരിൽ ഒരാൾ മാത്രമാകുന്നു. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. തീർച്ചയായും നീ വ്യാജവാദികളിൽ പെട്ടവനാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ആകാശത്ത് നിന്നുള്ള കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ നീ വീഴ്ത്തുക. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിച്ചു നിൽക്കുന്നതിനെ പറ്റി എന്റെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി. അതിനാൽ മേഘത്തണൽ മൂടിയ ദിവസത്തെ ശിക്ഷ അവരെ പിടികൂടി. തീർച്ചയായും അത് ഭയാനകരമായ ഒരു ദിവസത്തെ ശിക്ഷ തന്നെയാകുന്നു. തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. തീർച്ചയായും ഇത് ഖുർആൻ ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു. വിശ്വസ്താത്മാവിൽ ജിബ്രീൽ അതുകൊണ്ടും ഇറക്കിയിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി അത് സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചത്. തീർച്ചയായും അത് മുൻഗാമികളുടെ വേദഗ്രന്ഥങ്ങളിലുമുണ്ട്. ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അത് അറിയാമെന്ന കാര്യം ഇവർക്ക് അവിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നില്ലേ? നാം അത് അനറബികളിൽ ഒരാളുടെ മേൽ അവതരിപ്പിക്കുകയും എന്നിട്ട് അയാൾ അത് അവർക്ക് ഓതിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അവര് അതിൽ വിശ്വസിക്കുമായിരുന്നില്ല. അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം ആ വിശ്വാസം കടത്തിവിട്ടിരിക്കുകയാണ്. വേദനയേറെ ശിക്ഷ കാണുന്നത് വരേക്കും അവർ അതിൽ വിശ്വസിക്കുകയില്ല. അവർ ഓർക്കാത്ത നിലയിൽ പെട്ടെന്നായിരിക്കും അത് അവർക്ക് വന്നെത്തുന്നത്. ഞങ്ങൾക്ക് ഒരല്പം അവധി നൽകപ്പെടുമോ എന്ന് അപ്പോൾ അവർ ചോദിച്ചേക്കാം. എന്നാൽ നമ്മുടെ ശിക്ഷയെ പറ്റിയാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ നീ ആലോചിച്ചിട്ടുണ്ടോ? നാം അവർക്ക് കുറെ കൊല്ലങ്ങളോളം സുഖ സൗകര്യങ്ങൾ നൽകുകയും അനന്തരം അവർക്ക് താക്കീത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷ അവർക്ക് വരികയും ചെയ്തു എന്ന് വെക്കുക. എന്നാലും അവർക്ക് നൽകപ്പെട്ടിരുന്ന സുഖ സൗകര്യങ്ങളിൽ അവർക്കൊരു പ്രയോജനം ചെയ്യാമായിരുന്നില്ല. ഒരു രാജ്യവും നാം നശിപ്പിച്ചിട്ടില്ല, അതിന് താക്കീതുകാരൻ ഉണ്ടായിട്ടല്ലാതെ. ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത് നാം അക്രമം ചെയ്യുന്നവനായിട്ടില്ല. ഖുർആനുമായി പിശാചുകൾ ഇറങ്ങി വന്നിട്ടില്ല. അത് അവർക്ക് അനുയോജ്യമാവുകയുമില്ല, അതവർക്ക് സാധിക്കുന്നതുമല്ല. തീർച്ചയായും അവർ ദിവ്യ സന്ദേശം കേൾക്കുന്നതിൽ നിന്ന് അകറ്റപ്പെട്ടവരാകുന്നു. ആകയാൽ അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുതേ, എങ്കിൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക. നിന്നെ പിന്തുടരുന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. ഇനി അവർ നിന്നെ അനുസരിക്കാതിരിക്കുന്ന പക്ഷം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ലെന്ന് നീ പറഞ്ഞേക്കുക. പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവനെ നീ ബരമേൽപ്പിക്കുകയും ചെയ്യുക. നീ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നവനത്രേ അവൻ. സാഷ്ടാംഗം ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നിന്റെ ചലനവും കാണുന്നവൻ. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. നബിയെ പറയുക, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? പെരുന്നുണയന്മാരും പാപികളുമായ എല്ലാവരുടെ മേലും പിശാചുക്കൾ ഇറങ്ങുന്നു. പിശാച് ഇറങ്ങുന്നവര് പാപികള്, അതായത് പാപം ചെയ്യുന്നവർക്ക് അവരുടെ ഹൃദയത്തില് പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നുണ പറയുക എന്ന് പറയുന്നത് ഏറ്റവും തിന്മയിലുള്ള കാര്യമാണ്. നുണ പറയുക എന്ന് പറയുന്നത് ഏറ്റവും തിന്മയാണ്. നമ്മളില് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാതും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അറിയാതെ നുണ വരിക നാവില്. നിങ്ങള് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരിക്കലും വരാൻ പാടില്ല. ഒരു സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് കളവ് വരൂല എന്നാണ്. സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് കളവ് വരാൻ പാടില്ല. അവന് അത് അറിയാതെ പോലും അവന്റെ വായിൽ നിന്ന് കളവ് വരാൻ പാടില്ല. അവനക്ക് അള്ളാഹുവിന്റെ വഹി ഉണ്ടായിരിക്കൂല. അതായത് സത്യവിശ്വാസിക്ക് ഒരിക്കലുടെ നാവിൽ നിന്ന് കളവ് വന്നു കഴിഞ്ഞാല് അവനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതായത് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നുബുവത്തിൽ പെട്ടതാണ് എന്ത്?
അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സത്യമാവുക എന്നുള്ളത്. ഓക്കെ, 54-ാമത്തെ ഇതായിട്ടാണ് നുബൂവത്തിലെ 54-ാമത്തെ ഹൈറായിട്ടാണ് എന്ത്, അവർക്ക് സ്വപ്നം കാണിക്കപ്പെടും എന്നുള്ളത്. ആ സ്വപ്നം സത്യമായ സ്വപ്നങ്ങളുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കളവ് നാവിൽ വരുന്ന ആളുകൾക്ക് എന്താവൂല, സ്വപ്നങ്ങൾ എന്താവൂല, സത്യാവൂല അവരുടെ സ്വപ്നങ്ങൾ. അവരുടെ നാവിൽ നിന്ന് ആ കളവ് എടുത്ത് ഒഴിവാക്കാതെ അവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, അള്ളാഹുൽ നിന്നുള്ള വഹി ഉണ്ടാവില്ല. വഹി ദുനിയാവിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നും. ഇങ്ങനെ സത്യവിശ്വാസികൾക്ക് വരുന്ന സ്വപ്നങ്ങളായിട്ട്, അതായത് നല്ല ആളുകൾക്ക് ഹൃദയത്തില് അവർക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെടും, അത് സത്യമാവുകയും ചെയ്യും. പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും സ്വപ്നത്തിൽ കാണുന്നത് സത്യമാവുന്നത്, അല്ലെ? അത് അത് റസൂലുള്ളാഹി അതായത് നബിമാർക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ ഒരു ഖൈറാണത്. അപ്പൊ അതില് നമ്മൾ അനുഗ്രഹത്തിൽ അൽഹംദുലില്ലാ നല്ല നന്മ കാണിക്കണം. നമ്മൾ എപ്പോഴും നമ്മളതിന് നന്ദിയുള്ളവരായിരിക്കണം. പക്ഷെ അതേ സമയം ഒരു സത്യവിശ്വാസി കളവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നാവില് കളവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനിക്ക് ആ സ്വപ്നം തടയപ്പെടും. അവനക്ക് തടയപ്പെടും. ആ കളവ് അവനിൽ നിന്ന് നീക്കം ചെയ്യാതെ അവനക്ക് ഒരിക്കലും പിന്നീട് സത്യമായിട്ടുള്ള സ്വപ്നങ്ങൾ വരൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പെരുന്നുണയന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കളവ് പറയുക എന്നുള്ള സ്വഭാവം. അതുകൊണ്ട് തന്നെ നാവിനെ എപ്പോഴും സൂക്ഷിക്കണം. അറിയാതെ പോലും, സ്ത്രീകളാണ്, പല സ്ത്രീകൾക്കും അറിയാതെ വന്നു പോകലുണ്ട് നാവില്, അല്ലെ? നമ്മൾ എന്തെങ്കിലും ആളുകളായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളവ് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം പോലും പറയുന്നതിന്റെ കാരണം അതാണ്. അത് പറഞ്ഞ് പിന്നെ അവസാനം എന്താവും, അതൊരു കളവായിട്ട് വരും. കളവുകൾ പറയാൻ തുടങ്ങും നമ്മൾ. നമുക്ക് പറയാൻ കാര്യങ്ങൾ ഇല്ലാതാവുമ്പോൾ പിന്നെ പല പല ആളുകളുടെ കഥകൾ പറയും. അത് കഴിഞ്ഞ് പിന്നെയും പറയാൻ വേറെ കഥകൾ പറയുമ്പോൾ അതിലൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കും പലതും. പിന്നീട് അതെന്താവും, അത് കളവായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരം ചുരുക്കുക എന്നുള്ളത് സത്യവിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവന് സംസാരിക്കുന്നത് ഒരു മിതത്വത്തിൽ മാത്രം സംസാരിക്കുക. ഒരുപാട് കലപില പറഞ്ഞിട്ട് സംസാരിക്കുന്നവര് അവരില് നാവില് കളവ് വരും. കളവ് അറിയാതെ വന്നു പോകുന്നതാണ്, അവർ പോലും അറിയാതെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് സൂക്ഷ്മത കാണിച്ചിട്ട് ഒന്ന് നാവിനെ ഒതുക്കി വെച്ചിട്ട് സംസാരിക്കുക എപ്പോഴും. ഭയങ്കരമായിട്ട് ഇങ്ങനെ പിന്നെ സ്ത്രീകളാണ് ശരിയാണ്, എന്നാലും സംസാരിച്ച് വിഷയങ്ങളില്ലാതാവുമ്പോ പിന്നെന്താവും, അവിടെ അയൽകൂട്ടത്തെയും അപ്പുറത്തെയും ഇപ്പുറത്തെയും നാട്ടിലെയും ഒക്കെ കഥകൾ വരുമ്പോ എന്താവും, അതിലേതെങ്കിലും എന്താവും, കളവ് കയറിക്കൂടും. അത് ഇബ്ലീസ് നമ്മളിൽ കൊണ്ടുവന്നിട്ട് തരുന്നതാണ്. ഒരിക്കലും ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ സംസാരിക്കുന്നതിൽ ഒരുപാട് കടത്തിക്കൂട്ടരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് അമിതത്വം കാണിക്കരുത്. അമിതത്വം കാണിച്ചു കഴിഞ്ഞാല് അതിലൊക്കെ കളവും വരും, വഞ്ചന വരും, ചതി വരും. ഇതൊക്കെ അമിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെലവഴിക്കുന്നതും അമിതത്വം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതമാർഗങ്ങൾ തടയപ്പെടും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സത്യവിശ്വാസിക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത തിന്മകളാണ്. ഇതിന്ന് എപ്പോഴും നമ്മൾ ആ പാഠം പഠിക്കണം. എപ്പോഴും മിതത്വം ഒരു സത്യവിശ്വാസി ഉണ്ടാക്കിയെടുക്കണം. അവന് അല്ലാന്നുണ്ടെങ്കിൽ അവൻ സത്യവിശ്വാസി അല്ല. മിതത്വം അവനക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവന് സത്യവിശ്വാസി അല്ല. അവനിൽ കളവിന്റെ അംശം ഉള്ളത് കൊണ്ടാണ്. അത് എന്ന് നീക്കം ചെയ്യുന്നു അന്നേ അവൻ എന്താവുള്ളൂ, സത്യവിശ്വാസിയാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇത് എല്ലാ സ്ത്രീകൾക്കോടും കൂടി പറയാനുള്ളതാണ്. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മള് ശ്രദ്ധിക്കണം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തഫ്സീർ ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ തഫ്സീർ വായിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ ചെവി കൊടുത്ത് കേൾക്കുന്നു, അവരിൽ അധിക പേരും കള്ളം പറയുന്നവരാകുന്നു. കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്. പല ആളുകളും പറയാറുണ്ട്, അതിന്റെ ചെവി തന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു തന്നു. ശരിക്കും ഇബ്ലീസിന്റെ ഷർറാണത്.
പല പല കാര്യങ്ങളും നമ്മളെ വീട്ടില് അപ്പുറത്ത് നമ്മളെ കൂട്ടുകുടുംബങ്ങളായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ സ്വകാര്യതകൾ ഉണ്ടാവും. അപ്പുറത്തുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും, ജ്യേഷ്ഠന്മാര് കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പം നമ്മള് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് ചില ആളുകൾ പറഞ്ഞേക്കാം, എന്റെ ചെവി തന്നെ അത് കൊണ്ടത് കേൾപ്പിച്ചു തന്നു. അത് അത് പൂർണ്ണമായിട്ടും പിശാചിൽ നിന്നുണ്ടായതാണ്. അത് നമ്മളെ കേൾപ്പിച്ചു എന്ന് പറയുന്നത് അത് പിശാച് ചെയ്യിപ്പിച്ചതാണ്. നമുക്കത് കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അനാവശ്യങ്ങൾ നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചെവി എന്താണ്? നന്മകൾ മാത്രം കേൾക്കാനുള്ളതാണ്. അപ്പൊ നമ്മളത് വേണ്ടാത്തൊരു കാര്യം നമ്മൾ കേട്ടു എന്ന് പറഞ്ഞ് അതിന് അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എന്താണ്? അത് ഇബ്ലീസിന്റെ പിശാചിന്റെ വസ്വസിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ അതിന്റെ മുകളില് ഷർറുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളില് ഒരു ഷർറ് വെക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ കേൾപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും കൂട്ടുകുടുംബങ്ങളാണ്, അപ്പുറത്തൊക്കെ റൂമുകൾ ഉണ്ടാവും, അതിന്റെ മുന്നിൽ കൂടെയൊക്കെ നമ്മൾ പോകും. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കും. ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ഒഴിവാക്കി കളയുക. നമ്മൾ ഒരിക്കലും അതിന്റെ പിന്നാലെ പോവുകയും അത് കേട്ടതായിട്ട് ഭാവിക്കുകയോ അതിന്റെ പിന്നാലെ പോയിട്ട് അത് അവിടുന്ന് ഇപ്പുറത്ത് പറഞ്ഞ് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് പറഞ്ഞ് കുടുംബങ്ങൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാക്കി, ഇതൊക്കെ എന്താണ്? ഇബ്ലീസ് ചെയ്തതാണ്. ഇബ്ലീസിന്റെ വസ്വസിൽ നിന്ന് കിട്ടിയതാണ്. അവര് സംസാരിക്കുന്നത് നമ്മൾ അത് അപ്പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേൾപ്പിക്കൂല. ഒരാളുടെ അനാവശ്യങ്ങൾ, ഒരാളുടെ സ്വകാര്യതകൾ മറ്റൊരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കൂല. അത് ആര് മാത്രമേ ചെയ്യുള്ളൂ? അത് പിശാചുക്കളെ ചെയ്യുള്ളൂ. അപ്പൊ ആ പിശാചുക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയതിനെ പിൻപറ്റിയിട്ട് നമ്മൾ അതിനെ ഊറ്റം കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും വലിയ പിശാചായിട്ട് മാറുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ എന്തുണ്ടാക്കും? പ്രശ്നം ഉണ്ടാക്കും. ആ വീട്ടിൽ ആ കുടുംബത്തിന് കലഹം ഉണ്ടാക്കും. കുടുംബങ്ങൾക്കിടയില് പിന്നെ വഴക്കും പ്രശ്നങ്ങളും ആക്കിയിട്ട് അത് മാറ്റും. ഇതൊക്കെ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയതല്ല, നമ്മളെ കൊണ്ട് തന്നെ ആക്കിയതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കൊണ്ടല്ലാതെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും പ്രയാസപ്പെടുത്താൻ വിചാരിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശരീരം കൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത്. അപ്പൊ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനം തേടുകയും നമ്മളെ കൈകളെയും മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒക്കെ ഒന്ന് അടക്കി വെക്കുക. ഓക്കെ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു ഭയങ്കര ഈസിയാണ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ. അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി. പുരുഷന്മാര് നേരിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതൊക്കെ റയറാണ്. അത്രയും വേഴ്സ് ആയിട്ടുള്ള ഒരു പുരുഷനെ അങ്ങനെ കണ്ട് ചെയ്യുള്ളൂ. നോർമലി ഒരു പുരുഷന്മാർക്കും എന്തില്ല, ദുൽമുല്ല, അവർക്ക് വക്രതയില്ല. അവർക്ക് നേരായ മാർഗം മാത്രമേ ഉള്ളൂ. അവർക്ക് നേർവഴി മാത്രമേ അവർക്ക് അറിയുള്ളൂ. വക്രത മുഴുവനും ആരുടെ ഉള്ളിലാണുള്ളത്? സ്ത്രീകളുടെ ഉള്ളിലാണുള്ളത്. അവരെ വളഞ്ഞ വാരിയല് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വളവ് അവരുടെ സ്വഭാവത്തിലും ഉണ്ടാവും. ആ വളവ് അവർ കാണിക്കുകയും ചെയ്യും. ആ കാണിക്കുമ്പം പല പുരുഷന്മാരും അതിനെ ഒതുക്കി നിർത്താൻ ശ്രമിക്കും. പക്ഷെ ചില പുരുഷന്മാര് അത് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ കയറിയിട്ട് ചാടിക്കേറിയിട്ട് അതിന് മറുപടി പറയാൻ പോകും. സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് ചാടിക്കേറി മറുപടി പറയാൻ പോകും. അതോടുകൂടിയിട്ട് ആ കുടുംബം കുളം തോണ്ടും. ആ കുടുംബം നല്ല രീതിയിൽ ജീവിച്ച കുടുംബമായിരിക്കും. ഒരു സ്ത്രീ വന്ന് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയില്ലേ, അതാ തന്നെയാണ്. ആ സ്ത്രീ ആയിരിക്കും ആ കുടുംബത്തിനെ മുഴുവൻ നശിപ്പിച്ച് അതിനെ രണ്ടും രണ്ടാക്കി വേർപ്പെടുത്തി അവന്റെ കൈ കൊടുത്തിട്ട് അവളെ ഇറങ്ങിപ്പോവും. ഇബ്ലീസാണ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മള് ചെവി കൊടുക്കാതിരിക്കുക. പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. അത് നമുക്ക് ആവശ്യമില്ല. എന്തിനാ വെറുതെ അത് കേട്ടിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത്? ആ വേറൊരു വീട്ടിലെ റൂമിലെ കാര്യങ്ങള് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട്? ആ കുടുംബത്തിനെ നശിപ്പിക്കുക, അതല്ലേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മളൊരു ഹൈറുണ്ടാക്കി തിരിക്കൂലല്ലോ. ഇങ്ങനെ ഒരു അനാവശ്യം നമ്മൾ വേറെ ആള് പറഞ്ഞ സ്വകാര്യത നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഹൈറാണ് നമ്മൾ ഉണ്ടാക്കുക? ഹൈർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഹൈർ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? അതൊക്കെ ഇബ്ലീസിന്റെ ഷർറ് കൊണ്ടുണ്ടായതാണ്. അതിൽ നിന്ന് എല്ലാ സ്ത്രീകളും ശ്രദ്ധ കാണിക്കുക. നമ്മുടെ ഉള്ളില് ഇബ്ലീസിന്റെ ഷർറ് ഉള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മള് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യുക. റമദാൻ മാസത്തില് നമ്മൾ കഴിഞ്ഞുപോയ, അറിഞ്ഞുകൊണ്ട് അറിയാതെയോ സംഭവിച്ചു പോയതായിരിക്കും, കഴിഞ്ഞുപോയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ആ ഒരു കാരണം കൊണ്ടായിരിക്കും. നമ്മൾക്ക് നമ്മളെ നാവ് അടക്കി വെക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളത് ഭർത്താക്കന്മാരുടെ അടുത്ത് വന്ന് പറയും. അവരത് കേട്ടിട്ട് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരെന്ത് ചെയ്യും? അവർക്ക് വക്രത അറിയൂല്ല. അപ്പൊ അത്
തുറന്നു പറയും, ഒച്ചത്തിലാക്കിയിട്ട് അത് ആളുകളെടുത്ത് അത് അവതരിപ്പിക്കും. അതോട് കൂടിയിട്ട് ആ കുടുംബം അതോട് കൂടിയിട്ട് ഛിന്ന ഭിന്നമായിട്ട് പോകും. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശുമായിട്ട് ചേർത്ത് വെച്ചതാണ് കുടുംബ ബന്ധങ്ങൾ. അതിനെ ഒരിക്കലും മുറിക്കാന് നമ്മുടെ നാവ് അതിന് കാരണമാവരുത്. ഓക്കെ. അത് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടത് നമ്മളായിരിക്കും. അതിന്റെ റീസൺ നമ്മളായി മാറരുത് നാളെ അള്ളാഹിന്റെ മുമ്പിലൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതിനുശേഷം അവർ ചെവി കൊടുത്ത് കേൾക്കുന്നവരിൽ അധിക പേരും കള്ളം പറയുന്നവരാകുന്നു. കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്. അതായത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കവികള് അതിട്ട് അവരെന്താണ്, അവര് വെറുതെ ഊഹിച്ചുകൊണ്ട് പലതും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യും. അവരൊക്കെ എന്താണ്, അവരൊക്കെ ഇബ്ലീസിന്റെ ഷർറാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അനാവശ്യങ്ങൾ എഴുതുക, ഇല്ലാത്ത കാര്യങ്ങൾ എഴുതുക, കഥകളാണെന്നും കവിതകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെഴുതുന്നതൊക്കെ എന്താണ്, ഇല്ലാത്ത കാര്യങ്ങളാണത്, ഇബ്ലീസിൽ നിന്നുള്ളതാണെന്ന്. അവർ എല്ലാ താഴ്വരകളിലും അലഞ്ഞു നടക്കുന്നവരാണെന്ന് നീ കണ്ടില്ലേ? പാട്ടുപാടികൊണ്ടും ഒരു കവിത ചൊല്ലിക്കൊണ്ടും ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അലഞ്ഞു നടക്കുന്ന രീതി സ്വഭാവമാണ് അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അവരൊക്കെ ഇബ്ലീസിന്റെ ഷെറിൽ പെട്ടിരിക്കുന്നു എന്നാണ്. തങ്ങൾ പ്രവർത്തിക്കാത്തതാണ് പറയുന്നവരാണ് അവര് ചെയ്യാത്തത് പറയുന്നവരാണെന്ന് അവര് തിന്മയാണ് പറയുന്നത് എന്നുള്ളതാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും അള്ളാഹു ധാരാളമായി സ്മരിക്കുകയും അക്രമത്തിന് ഇരയായതിനെ തുടർന്ന് ആത്മരക്ഷയ്ക്ക് നടപടിയെടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അക്രമകാരികൾ അറിഞ്ഞുകൊള്ളും തങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് എങ്ങനെയുള്ള പര്യവസാനത്തിലാണ് എത്തുകയെന്ന്. ഇത്രയാണ് ഈ സൂറത്തിലുള്ളത്. അപ്പം ഇതിൽ നിന്ന് പഠിക്കാന് മുസ്ലിം സത്യവിശ്വാസികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മള് കണ്ടതും കേട്ടതും പറയാതിരിക്കുക. അത് ഇബ്ലീസിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. കവികളായിട്ട് ഉള്ള ആളുകളും ഒക്കെ കവിത എഴുതുന്നവരൊക്കെ സൂക്ഷ്മത പാലിക്കുക. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ചും കുടുംബജീവിതങ്ങളില് ഒരിക്കലും നമ്മളിൽ നിന്ന് അങ്ങനെ ആവശ്യങ്ങൾ വരാൻ പാടില്ല. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തിന്മ നമ്മൾ വിചാരിക്കുക അത് ചെറുതല്ലേന്ന്. പക്ഷെ നമ്മളെ മക്കൾ അത് കണ്ടു വളരുന്നുണ്ട്. അവര് വേറൊരു കുടുംബത്തിൽ പോയി ഇത് തന്നെ ചെയ്യും. നമ്മൾ എന്താണോ എങ്ങനെയാണോ ഒരു കുടുംബം കലക്കിയത് അതേ കലക്കൽ അവരും ചെയ്യും. അപ്പൊ ഒരാളെ കൊണ്ട് ആ തിന്മ തീരൂല. ആ തിന്മ ഒരു കുടുംബ പരമ്പരയായിട്ട് അങ്ങനെ പോകും. ഒരാൾ ചെയ്തത് ഉമ്മ ചെയ്തത് മോളും ചെയ്യും, മോള് ചെയ്തത് മോളും ചെയ്യും. അതായത് പിന്നെ എന്താ പറയാ, വേലി ചാടിയവന് അവന്റെ കയറും ചാടുന്നു. അതായത് ഒരു തിന്മ ചെയ്ത അവരുടെ ആ ഒരു പരമ്പര അതിന്റെ അടുത്തത് അവരും അതേ തിന്മയിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന തിന്മ അത് നമ്മുടെ മക്കളെ മക്കളൊക്കെ അനുഭവിക്കാൻ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷ്മത കാണിക്കുകയും നമ്മൾ തെറ്റ് തിരുത്തുകയും മക്കൾക്ക് നല്ല നല്ല മാർഗദർശനം കൊടുക്കുന്ന മാതാപിതാക്കളാവുകയും ചെയ്യുക. കുടുംബ ബന്ധങ്ങളിലൊക്കെ അവർക്ക് കൊടുക്കേണ്ട ഹക്ക്, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, അവർക്ക് കൊടുക്കേണ്ട അധികാരം ഇതൊക്കെ അവർക്ക് തന്നെ വകവെച്ച് കൊടുക്കുക. ഓക്കെ. ഒരിക്കലും ഒരു കുടുംബത്തിൽ കയറി ചെന്നിട്ട് മൂത്തച്ഛിക്ക് ഇത്ര സ്ഥാനം കിട്ടിയത് എന്താ എനിക്ക് ഇളച്ചിക്ക് എന്താ സ്ഥാനം തരാത്തത്, എനിക്കെന്താ എനിക്കും ഇല്ല അവകാശം, എന്നെ പരിഗണിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ സ്ത്രീകളുണ്ട്. നമുക്കുള്ള സ്ഥാനം അവര് എത്രയോ മുമ്പ് ആ വീട്ടിലേക്ക് കയറി വന്നവരാണ്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന സ്ഥാനം ആ ഉയർന്ന സ്ഥാനം തന്നെ ആയിരിക്കും. നമ്മള് അതിന് ശേഷം വന്നവരല്ലേ, അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ഥാനം അത്രേ ഉണ്ടാവുള്ളൂ. അത് അത്ര ആ ഒരു നോർമലായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്യും, കാട് കയറി ചിന്തിച്ചിട്ടും ഇതാക്കിയിട്ടും ഒക്കെ എന്താണ്, ഇബ്ലീസിന്റെ ഷർറാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മള് നേർവഴി അല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ സ്ത്രീകളുടെ മനസ്സ് നേരായ മാർഗത്തിൽ കൂടി ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതിനാണ് സംസാരമൊക്കെ ചുരുക്കാനും നമ്മൾ സ്ത്രീകളോട് കുറച്ചൊന്ന് ഒതുക്കി നിർവക്കാനും പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ നിങ്ങളെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എന്താകും, അവര് വളഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവരെ നിവർത്താൻ നോക്കിയാലോ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അതായത് സ്ത്രീകളെ നന്നാക്കാൻ പുരുഷന്മാർ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുടുംബബന്ധം നശിക്കുന്നതിന് കാരണമാവും. കാരണം അവർ വഴക്കുണ്ടാക്കി, അവർ പ്രശ്നം ഉണ്ടാക്കി അത് നശിക്കും കുടുംബം. എന്നാൽ അവരങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാലോ അവര് കുടുംബം നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിലുള്ള മാർഗം സ്വീകരിക്കാനാണ് പുരുഷന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
പക്ഷെ പുരുഷന്മാര് അവർക്ക് നേർവഴി മാത്രമേ അറിയുള്ളൂ. അവർക്കൊരു വക്രത അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പുരുഷന്മാരെ സ്ത്രീകളുടെ വാക്കുകളിൽ വീണു പോകും. അതോട് കൂടിയിട്ട് എന്താവും, കുടുംബങ്ങള് ചിന്നിച്ചെതറുകയും അത് വേർപിരിയുകയും ചെയ്യും. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം കുറെ നമ്മള് ഇസ്തിഗ്ഫാർ എന്തൊക്കെ ചെയ്താലും ആ ചെയ്ത തിന്മയായിട്ട് തന്നെ ഭൂമിയിലുണ്ട് അല്ലെ. നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ അത് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയിൽ ജീവിക്കുക. കാരണം തിരിച്ചു മടങ്ങാനൊന്നും കഴിയില്ല. ഇതൊന്നും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു മടങ്ങിപ്പോയി തെറ്റ് തിരുത്താനൊന്നും കഴിയില്ല. ഒരാളുടെ മനസ്സിലൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മാതാപിതാക്കളായിരിക്കും. മക്കളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിൽ അവരിങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കും. അപ്പം അവര് മരണപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ എത്ര തന്നെ ഖേദിച്ചിട്ടും കാര്യമില്ല. ആ കുടുംബത്തെ നശിപ്പിച്ചത് നമ്മളാണെന്നുള്ളത് അതവിടെ അവരുടെ ഹൃദയത്തിൽ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പുതിയ പുതിയ കുടുംബങ്ങളിലേക്കൊക്കെ കയറി വരുന്നവര് മക്കൾക്കൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. ഒരിക്കലും കുടുംബ ബന്ധങ്ങളൊന്നും തകർക്കാനൊന്നും മക്കളെ അനുവദിക്കരുത്. പെൺകുട്ടികളൊക്കെ വേറെ കുടുംബങ്ങളിലേക്കൊക്കെ അയക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തടയേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അവർ നല്ല ശ്രദ്ധിക്കണം. എന്റെ മോളെ സന്തോഷം, എന്റെ മോളെ സുഖം എന്ന് വിചാരിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്തുക, അതൊക്കെ ഒന്നും ചെയ്യരുത്. അവരെ അതിൽ തന്നെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും അവർക്കുള്ള സതുപദേശങ്ങളും കൊടുക്കുക എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് നമ്മൾ അതിനെ കുടുംബ ബന്ധങ്ങൾ തകർക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി അതിനൊരു കാരണമാവും. അവരുടെ വസ്വസ അവരുടെ ഉള്ളിൽ പിന്നെ ഇബ്ലീസ് ഇട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരും. അപ്പം അതിനൊക്കെ തടയുക എന്നുള്ളത് മാതാപിതാക്കളുടെ കൂടെ കടമയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربي ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله أغنني بفضلك من سواك. ربي انزل منزل مبارك أنت خير المنزلين. اللهم استر ولا تستر وتمم بالخير. ربي انزل منزل مبارك أنت خير المنزلين. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعافني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي انزلني منزل مبارك أنت خير المنزلين. اللهم استر ولا تستر وتمم بالخير. ربي إني لما أنزلت من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. حي القيوم يا رحمن الرحيم يا ذا الجلال والإكرام. الله കൂട്ടായ്മ അല്ലാഹു നീ സ്വീകരിക്കുകയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹു കുടുംബ ബന്ധങ്ങളിൽ അള്ളാഹു ജീവിതങ്ങളിൽ അള്ളാഹു സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞതാക്കി തരികയും അള്ളാഹു അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും പുറത്തു മാപ്പാക്കി തരികയും ചെയ്യണമേ. അള്ളാഹു ഇനിയുള്ള ജീവിതം അള്ളാഹു നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഞങ്ങൾക്ക് അള്ളാഹുവിനെയും നൽകുകയും അള്ളാഹുവെ നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവെ സൽസ്വഭാവികളായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹു ഞങ്ങളുടെ നാവുകളെ ചൊവ്വാക്കി തരികയും അള്ളാഹു എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാവുകളെയും ഹൃദയങ്ങളെയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം. അള്ളാഹുവെ ഈ റമളാൻ മാസം അള്ളാഹു വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തിയാക്കി തരികയും അള്ളാഹു അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള അവസ്ഥയിലാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം. അള്ളാഹുവെ ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഞങ്ങളെയും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഈ ഖുർആൻ അള്ളാഹു ഇനിയും ഒരുപാട് അള്ളാഹു ഞങ്ങൾക്ക് പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെട്ട് അള്ളാഹു ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ അടിമകളാകാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ റഹ്മത്തും ബറക്കത്തും ഐശ്വര്യം നൽകുകയും
അള്ളാഹു നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈനീട്ടാത്ത വിധം അള്ളാഹു ഞങ്ങളുടെ ജീവിത മാർഗങ്ങൾ അള്ളാഹു നീ വിശാലത നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹു ഞങ്ങൾക്ക് ഇനി ഒരുപാട് അള്ളാഹുയെ നന്മകൾ ചെയ്യാനും അള്ളാഹു നീ നൽകിയ ജീവിത മാർഗങ്ങൾ കൊണ്ട് അള്ളാഹുയെ ഞങ്ങൾ നിനക്ക് വേണ്ടി നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം അള്ളാഹു ഞങ്ങൾ കച്ചവടങ്ങളിൽ നിന്ന് അള്ളാഹു നീ ഉയർച്ചയും റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹു അത് വരും തലമുറകൾക്ക് അള്ളാഹു ഉന്നതമായ കച്ചവട സ്ഥാപനങ്ങളായി അള്ളാഹു നിലനിർത്തി കൊടുക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം അള്ളാഹു ഇഹപരവിജയത്തെ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു സത്യവിശ്വാസികൾ അള്ളാഹു പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീം അള്ളാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീം അള്ളാഹുയെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അസുഖങ്ങളെ പരിപൂർണമായി ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അള്ളാഹു കുടുംബ ബന്ധങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ചു കൊടുക്കണമേ. അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ എത്തുബരായ അടിമകളാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ചവരായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു അവർക്കും ഞങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അള്ളാഹു സന്തോഷ സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ഇഹലോക ജീവിതം പരലോക ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ഭവനത്തിൽ വന്ന അള്ളാഹുയെ സുജൂദ് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഇനി ഒരുപാട് കൂട്ടിത്തരികയും ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരച്ചെന്ന് സലാം പറയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹു ദാഹജലം നൽകാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു റഹ്മാൻ റഹീം അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ കൂടാതെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശനം നേടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇഹലോകത്തും പരലോകത്തും അള്ളാഹു ഞങ്ങളെ നീ അപമാനിക്കരുത്. അള്ളാഹു ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി തരികയും അള്ളാഹു ഞങ്ങളെ നീ അപമാനിക്കാതെ അള്ളാഹു ദുനിയാവിൽ ജീവിപ്പിക്കുകയും അള്ളാഹു മലക്കുകളുടെ സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹു നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. امين 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 برحمتك يا ارحم الراحمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് വലൈക്കും സലാം വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.